നമ്മുടെ പ്രിയങ്കരനായ ജവാൻ, രാജ്യസ്നേഹി ജവാൻ. വാർത്ത ഇതാണ്. 2012 പുറത്തിറങ്ങിയ നമ്മുടെ കർമ്മയോധ, മോഹൻലാൽ നടനായിട്ട് വന്ന് 2012 പുറത്തിറങ്ങിയ കർമ്മയോധ എന്ന പടം. കട്ടട മേജർ രവി, കട്ടട കള്ളനാ മേജർ രവി. പുള്ളിയുടെ ആയിരുന്നില്ല കഥ. പുള്ളി അത് വേറെ ആരോ എഴുതിയ കഥ കൊണ്ടുവന്നിട്ട് പുള്ളി പടം എടുത്തു. ഇപ്പം എത്ര വർഷമായി? കുറേ വർഷമായില്ലേ. എന്തായാലും ഇന്ന് അതിൻ്റെ വിധി വന്നു തോന്നുന്നു. ഇന്നലെയായിട്ടാണ് അതിൻ്റെ വിധി വന്നിട്ടുണ്ട്. 30 ലക്ഷം രൂപ മേജർ രവി, ഈ പറഞ്ഞ പ്രൊഡ്യൂസർ, അതായത് പുള്ളിയുടെ പേര് നോക്കട്ടെ, പുള്ളിയുടെ പേര് ജോർജ് രവി, തിരക്കഥ മോഷ്ടിച്ചത് മാത്യുവാ, ജോർജ് രവി, റെജി മാത്യുവിൻ്റെ, അതായത് റെജി മാത്യു എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ തിരക്കഥയാണ് എന്തായാലും മേജർ രവി കട്ടത്. ജയ് ജവാൻ, ജയ് കിസാൻ. പുള്ളിയൊക്കെ പുറത്ത് രാജ്യസ്നേഹവും. ഇത് മറ്റേ പരിപാടി ആയിപ്പോയില്ല, മറ്റേ ശ്രീനിവാസന്റെ പടത്തിനകത്ത് മറ്റേ മോഹൻലാലിന്റെ തിരക്കഥ എടുത്തോണ്ട് ഓടുമല്ലോ, അങ്ങനത്തെ ഒരു പരിപാടി ആയിപ്പോയി എന്തായാലും കേട്ടാ. മ്ലേച്ഛം, സോൾജിയർ മ്ലേച്ഛം, എത്ര ധീര ജവാന്മാർ. പുള്ളിയൊക്കെ ഒരു സമയത്ത് ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു, ഒരുപാട് പേർക്ക് ഇൻസ്പയർഡ് ആയ ഒരു വ്യക്തിയല്ലേ. പക്ഷെ പുള്ളീൻ്റെ അടിയിൽ കൂടെ